ഹലോ ലോ ആസ്പിരൻസ്, ക്ലീ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. എക്സാം രജിസ്റ്റർ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. വീട്ടിലിരുന്നോ അക്ഷയ സെന്റർ വഴിയോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീസെന്റ് ആയിട്ട് നിങ്ങളെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതോടൊപ്പം തന്നെ നേറ്റിവിറ്റി അല്ലെങ്കിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായി SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ICSE അല്ലെങ്കിൽ CBSE സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കൃത്യമായി നിങ്ങളുടെ നേറ്റിവിറ്റി അടയാളപ്പെടുത്തുന്നതും നിങ്ങളുടെ ഡാറ്റാസ് ഉൾപ്പെട്ടിട്ടുള്ളതുമായ ബർത്ത് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായി ഉപയോഗിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അക്ഷയ സെന്റർ വഴി നിങ്ങൾക്ക് ഡയറക്റ്റായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇവ രണ്ടുമാണ് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ്. ഇനി ഓപ്ഷനിലായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് നോക്കാം. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു SC/ST വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളൊരു OBC കാറ്റഗറി വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് OBC റിസർവേഷന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ EWS കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ EWS കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് അക്ഷയ സെന്റർ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ക്ലീ എക്സാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത്.